ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പീസിയ പ്ലാന്റ് കെയർ ആണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുന്നുണ്ട്. എപ്പീസിയ പ്ലാന്റ് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് നന്നായിട്ട് പൂവിട്ട് കിട്ടും. മഴക്കാലത്തൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചെടി ചീഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ പല എപ്പീസിയ പ്ലാന്റും ചീഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുഴുവൊക്കെ വന്ന് ഇലകളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ഭാഗം എപ്പോഴും നന്നായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് റീപോർട്ട് ചെയ്യാനും പ്രൂൺ ചെയ്താലും ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയിൽ പൂക്കൾ വരുന്നതായിരിക്കും. നമ്മളടുത്ത് 2-3 വെറൈറ്റിയാണ് ഇപ്പം എപ്പീസിയ പ്ലാന്റ് ഉള്ളത്. ഒരു 3-4 വെറൈറ്റി ഉണ്ട്. അതിൽ ഇലകൾ വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന പൂക്കളും വ്യത്യസ്തമാണ്. പിങ്ക്, നല്ല ചുവപ്പ് കളറിൽ, അതുപോലെ തന്നെ ഒരു റെഡായിട്ടുള്ള കളറ്, നല്ല റെഡ് കളറ്, അങ്ങനത്തെ പലതരത്തിൽ പൂക്കൾ വരുന്നുണ്ട്. മഞ്ഞ കളറിൽ പൂക്കൾ വരുന്നുണ്ട്. ഇത് എപ്പീസിയ പ്ലാന്റിൻ്റെ വേറൊരു കളക്ഷനാണ്. ഇത് നമ്മൾ മതിലിലേക്ക് പടർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ ഈ എപ്പീസിയ പ്ലാന്റ് നല്ലതാണ്. പെട്ടെന്ന് വേര് പിടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മതിലിലും അതുപോലെ തന്നെ മതിലിൻ്റെ സൈഡിലൊക്കെ പടർത്തിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മുകളിലേക്ക് കയറി പിടിക്കുന്നതാണ്. നമുക്ക് ഈ രീതിയിലും എപ്പീസിയ പ്ലാന്റ് വളർത്താവുന്നതാണ്. ഇതിലാണെങ്കിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. നന്നായിട്ട് പൂടുമ്പോൾ ഒരുപാട് പൂക്കൾ വരുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് പൂക്കളുണ്ട്. നല്ല ചുവപ്പ് കളറുള്ള പൂക്കളാണ് ഈ ഒരു എപ്പീസിയ പ്ലാന്റിലുള്ള. അധികം ഗ്രീൻ ലീവ്സിന് വരുന്നത് ഒരു ചുവപ്പ് കളറുള്ള പൂവായിരിക്കും. ഷെയ്ഡിലൊക്കെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം പൂ ഉണ്ടാവുന്നൊരു സമയമല്ല. ഇപ്പം നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചീഞ്ഞ് കിടക്കുകയാണ്. ഇതിൽ പൂടുന്ന വീഡിയോസും അതുപോലെ തന്നെ നമ്മളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെറിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. 2 കളറിലാണ് വരുന്നത്. നല്ലൊരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ആഷ് ടച്ചും കൂടിയും വരുന്നുണ്ട്. ഇതിൽ നല്ല ചുവപ്പ് കളറിലുള്ള പൂവാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പൂട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ചീഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കെയർ എന്താണെന്ന് നോക്കാം. വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആട്ടോ. വെർട്ടിക്കൽ ഗാർഡനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനും നല്ല ഭംഗിയാണ്. പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ പോസിൽ വെച്ച് കൊടുത്തിട്ടൊക്കെ ഈ ഒരു ചെടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൊരു പോട്ടാണ്. ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ്. ഇതിൻ്റെ ലീഫ് തന്നെ നോക്കിയാൽ അറിയാം, ഒരു വെൽവെറ്റ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ്. പിന്നെ നല്ല ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡും കൂടി ഈ ഒരു ലീഫിൽ തന്നെ വരുന്നുണ്ട്. ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാട്ടോ. നല്ലൊരു ലീഫി പ്ലാന്റൊക്കെ ആയിട്ട് ഇത് വളർത്തുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കെയർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു രീതിയിൽ വെക്കണം. നല്ല വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നല്ലൊരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ ഈ ചെടി വെച്ച് കൊടുക്കുക. എന്നാലേ ഉള്ളൂ പെട്ടെന്ന് വളരുകയും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ പൂക്കളൊക്കെ ഇട്ട് കിട്ടുള്ളൂ. നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ തൈ കുഴിച്ചിട്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ ചെടി കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ഈ ചെടി കുഴിച്ചിടാവുന്നതാണ്. ചില സമയത്ത് ഇത് വളർന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു വള്ളി പോലെ ഇങ്ങനെ നീണ്ട് വളരാറുണ്ട്. ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തുമ്പോൾ ഇങ്ങനെ വളരുന്നത് നല്ല ഭംഗിയായിരിക്കും. നേരെ മറിച്ച് നമ്മളൊരു പോട്ടിൽ ഒരു കുറച്ച് കുറ്റിയായിട്ട് ബുഷിയൊക്കെ ആയിട്ട് വളർത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വേണം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഓരോ പീസും തന്നെ കുഴിച്ചിട്ടാൽ നമുക്ക് ചെടി പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വിടുകയാണെങ്കിൽ ചെടി നല്ല നീളത്തിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഓരോ ലീഫ് ബഡിൻ്റെ താഴത്തുനിന്ന് വേര് കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കുഴിച്ചിടുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ചെടി ഉണ്ടായി കിട്ടുന്നതാണ്. പിന്നെ ഓവർ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മിനിമലായിട്ടുള്ള രീതിയിൽ വെള്ളം വെച്ച് കൊടുത്താൽ മതി. ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ പോട്ട് നോക്കിയിട്ടൊക്കെ 1.5 ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഓരോ ചട്ടിന് ബേസായിട്ട് ഒരു ചെടി വെച്ച് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ലക്കി ബാമ്പുവിൻ്റെ ഒരു വലിയ പോട്ടാണ്. അതിൻ്റെ ബേസായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെടീൻ്റെ അടിയിൽ നല്ലൊരു പച്ചപ്പും ഉണ്ടാവും, പൂ ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. ഈ ഒരു രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു ചെടിയിലൊക്കെ നമ്മൾ അങ്ങനെയാണ് പോട്ട്. നമ്മൾ ലക്കി ബാമ്പു പ്ലാന്റാണ് മെയിനായിട്ട് കുഴിച്ചിട്ടത്. പക്ഷേ അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഈ ഒരു എപ്പീസിയ പ്ലാന്റ് നല്ലൊരു ബുഷിയായിട്ട് അധികം ലെങ്ത്ത് വെക്കാതെ കട്ട് ചെയ്ത് വളർത്തി കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ വലിയൊരു പോട്ടാണ്. നമ്മൾ അതിൻ്റെ അടിയിലും ഈ ഒരു എപ്പീസിയ പ്ലാന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു ഹാങ്ങിങ് പോട്ട് എപ്പീസിയൻ്റെ വളർത്താം, എങ്ങനെ പ്രൂൺ ചെയ്ത് വളർത്താം, എങ്ങനെ ഒരു പോട്ട് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു ഹാങ്ങിങ് പോട്ടാണ് എടുക്കുന്നത്. നല്ല ബ്ലൂ കളറിലുള്ള പോട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ പോട്ട്. നമുക്ക് പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോട്ടി മിക്സാണ്. ഓവർ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഗാർഡനിങ് സോയിലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും പാടി മിക്സ് ചെയ്തതാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പോട്ടി മിക്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. മഴയൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് വെറ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അതൊരു നമ്മളെ തണ്ടും വേരുകളൊക്കെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ചെടീൻ്റെ പീസാണ് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലൊരു പീസ് നോക്കിയിട്ട് കളക്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചു കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള തണ്ടുകളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ റെഡിയാക്കിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. 2 തൈയും കൂടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 2 പീസും കൂടിയും വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഹാങ്ങിങ് ആയിട്ട് ഈ പോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ടും ഈ ഒരു ഹാങ്ങിങ് ആയിട്ട് വെക്കാനുള്ളൊരു കയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടിയും കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസം നമുക്കിതൊരു തണലുള്ള ഏരിയയിൽ വെച്ച് കൊടുക്കാം. ചെടി പിടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്ക് മാറ്റിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എപ്പിസിയ പ്ലാന്റിൻ്റെ കെയർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.